Hello guys, welcome back to the third episode of Radiology Revealed. അപ്പോൾ ഇതിന് മുന്നത്തെ നമ്മൾ 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതുവരെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സ്റേ CT MRI റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ മല്ലു റേഡിയോഗ്രാഫർ. എൻ്റെ പേര് സുജേഷ്. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അവർ ഹൗ ഡു യു സ്റ്റാർട്ട് യുവർ ഡേ ഇൻ എക്സ്റേ CT MRI ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ഈ 3 ഏതെങ്കിലുമൊക്കെ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൗ ഡു യു സ്റ്റാർട്ട് യുവർ ഡേ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അതെങ്ങനെ ആൻസർ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേറൊരു ചോദ്യമാണ്, ഒരു ബേബിയുടെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ എടുക്കും, ബേബിക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ എടുക്കും, അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉത്തരം പറയാമെന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യം. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇഫ് യുവർ മെഷീൻ സ്റ്റോപ്സ് ഇൻ ബിറ്റ്വീൻ ദ സ്കാൻ. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മെഷീൻ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങളിലോട്ട് കടക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഹൗ യു വിൽ ബി സ്റ്റാർട്ടിങ് യുവർ ഡേ എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ജനറൽ റേഡിയോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്റേയിൽ എങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ രാവിലെ നമുക്ക് ഷിഫ്റ്റുകളൊക്കെ, ഇപ്പോൾ ഞാൻ ഒരു 12 to 8 ഷിഫ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഷിഫ്റ്റ് തുടങ്ങിയത് ഒരു ദിവസത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ മോർണിംഗ് ഷിഫ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും അവിടെ നൈറ്റ് റേഡിയോഗ്രാഫറിൻ്റെ കയ്യിൽ നിന്ന് ഹാൻഡ് ഓവർ വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് അവിടെ നൈറ്റിൽ എന്തൊക്കെ പെൻഡിങ് ഉണ്ട്, ഏതൊക്കെ കേസുകൾ വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്, അതൊക്കെ പറയും. പിന്നെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത്, ഏതെങ്കിലും മെഷീന് കംപ്ലൈൻറ്റ് ഉണ്ടോ, ഏതൊക്കെ മെഷീൻ എവിടെയാണുള്ളത്, പോർട്ടബിൾ മെഷീൻസൊക്കെ എവിടെയുള്ളത്, അതുപോലെ ഇന്നത്തെ തിയേറ്ററിൽ ഏതൊക്കെ കേസുകളുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര കേസുകളുണ്ട്, ഏതൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ റണ്ണിങ് ഉണ്ട്, സിയാംസ് ഏതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഒന്ന് നോക്കി വെക്കും. അതുപോലെ നമ്മൾ വരുന്ന റൂമുകൾ, നമ്മൾ ഏത് എക്സ്റേ റൂമിലാണോ അന്ന് അസൈൻ ആയിട്ടുള്ള ആ റൂം മൊത്തം ക്ലീൻ ചെയ്യും നമ്മൾ. അതുപോലെ ആ റൂമിൻ്റെ QA ക്വാളിറ്റി അസസ്മെൻറ്റ് ചെയ്യും. അത് കോപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ അവിടുത്തെ ഓക്സിജൻ സപ്ലൈ നോക്കും, വാഷ് ബേസിന് ചെക്ക് ചെയ്യും, മൊത്തത്തിൽ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ ലെഡ് ഏപ്രോൺസ് ഒക്കെ അവൈലബിൾ ആണോ അതിൻ്റെ കൗണ്ട് എടുക്കും. അതുപോലെ റീസർച്ച് ചെക്ക് ചെയ്യും, റീസർച്ച് ട്രോളീസിലെല്ലാം കറക്റ്റ് കാര്യങ്ങളുണ്ടോ, എല്ലാം അപ് ടു ഡേറ്റഡ് ആണോ, എല്ലാത്തിൻ്റെയും എമർജൻസി ഡ്രഗ്സിൻ്റെ ഒക്കെ ഡേറ്റുകൾ നമ്മൾ എക്സ്പയറി ഡേറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യും. അതെല്ലാം ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിലല്ല, എല്ലാം ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യും. ഈവൻ ക്ലീനിങ് വരെ, ക്ലീനിങ് ചെയ്തതിൻ്റെ എന്തൊക്കെ ക്ലീൻ ചെയ്തു എല്ലാം ഒരു പേപ്പറിനകത്ത് ഒരു പേപ്പറുണ്ട്, ഓൾറെഡി ഒരു പേപ്പർ, ഒരു വീക്കിന് ഒരു പേപ്പറുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് അതിനകത്ത് ടിക്ക് ചെയ്ത് വെക്കും ഞാൻ ഇതൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഒരു എക്സ്റേയിൽ ഒരു ദിവസം സ്റ്റാർട്ട് ആവുന്നത്. പ്രൊജക്ഷണൽ ഇമേജിങ്ങിൽ ജനറൽ റേഡിയോഗ്രാഫറുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ CTയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CTയിൽ നമ്മൾ സെയിം ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ മോർണിംഗ് ഷിഫ്റ്റാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നതെങ്കിൽ നൈറ്റ് സ്റ്റാഫിൻ്റെ കയ്യിൽ നമ്മൾ ഹാൻഡ് ഓവർ വാങ്ങിക്കുക, ഏതൊക്കെ കേസാണ് പെൻഡിങ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ കേസാണ് ഇനി വരാൻ പോകുന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ് ഓവർ നമ്മൾ വാങ്ങിക്കും. അതുപോലെ തന്നെ മോസ്റ്റ്ലി ചില സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ നൈറ്റ് സ്റ്റാഫിന് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ QAയും കാര്യങ്ങളൊക്കെ നൈറ്റ് സ്റ്റാഫ് ചെയ്യുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ഈ QA ചെയ്യുക എന്നുള്ളതായിരിക്കും. CTയിൽ നമ്മൾ ഫാൻഡം യൂസ് ചെയ്തിട്ട് ക്വാളിറ്റി അഷ്വറൻസ് ആയിട്ടുള്ള സംഭവം ചെയ്യുക. അത് ആ ഒരു QA ഇമേജിൽ നമുക്ക് ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്താം. അതിനുശേഷം നമ്മളിത് എക്സ്റേയിലായാലും CTയിലായാലും ഏത് ക്ലിനിക്കൽ റൂമിലായാലും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്സിജൻ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക, ഓക്സിജൻ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ റേസസ് ട്രോളി കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ, ഔട്ട് ഓഫ് ഡേറ്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, കാരണം നൈറ്റ് നല്ല ബിസി ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ച് ഒബ്വിയസ്ലി നമ്മൾ ഡേയിൽ സ്റ്റാഫിംഗ് ഉള്ളതുപോലെ നൈറ്റിൽ സ്റ്റാഫിംഗ് ഉണ്ടാവില്ല. ഡേയിൽ ഒരു 3-4 സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കാനിൽ, അത് കണക്ക് നൈറ്റിൽ ചിലപ്പോൾ 1-2 സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ക്ലീനിങ്ങിലുള്ള സമയവും സ്റ്റോക്കിങ്ങിലുള്ള സമയവും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രോളീസും കാര്യങ്ങളും സ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും.
ഇതൊക്കെയാണ് മെയിൻലി CT-യിൽ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാറ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഇതിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ QA, അതിപ്പോൾ എക്സ്റേ ആണെങ്കിലും CT ആണെങ്കിലും MR ആണെങ്കിലും MR-ന് എല്ലാ മെഷീനും അങ്ങനെ QA ചെക്ക് ചെയ്യാറൊന്നും തോന്നുന്നില്ല അല്ലേ? ചില മെഷീൻ ഫിലിപ്സിലൊക്കെ ആണെങ്കിൽ മാത്രമാണ് QA ഡെയിലി ബേസിസ്, അതും വീക്കിലി QA ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറെ സ്ഥലത്തൊന്നും നൈറ്റ്ലി MRI ഉണ്ടാവാത്ത സ്ഥലങ്ങളാണ് മെഷീൻ ടേൺ ഓഫ് ചെയ്തിട്ട് മിക്ക സ്ഥലത്തും. അതുപോലെ തന്നെ ഈ QA എന്ന് പറയുന്ന സാധനം നമുക്ക് ഡെയിലി ബേസിൽ MR ചെക്ക് ചെയ്യാറില്ല. എനിക്കൊന്ന് വീക്കിലി ഒക്കെയാണ്, അതും ചില മെഷീൻസിൽ മാത്രമേ ഈ QA ചെക്ക് ചെയ്യാറുള്ളൂ. അത് വീക്കിലി ബേസിസിൽ മാത്രമാണ്. പക്ഷെ മെയിൻലി QA ചെക്ക് ചെയ്യുന്നത് എക്സ്റേ, CT എല്ലാ ദിവസവും രാവിലെ QA ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആ ഒരു ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ റീസസ് ട്രോളി മെയിനായിട്ട് ചെക്ക് ചെയ്യും. ഈ ഒരു കാര്യങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാനാക്കുക. കാരണം എന്ന് വെച്ചാൽ വല്ല എമർജൻസി പേഷ്യൻ്റ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ വന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഓക്സിജൻ സപ്ലൈ അവിടെ ഇല്ല എന്നുള്ളൊരു കാരണം നമ്മൾ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്ത് പേഷ്യൻ്റ് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു എക്സ്റേ റൂമിലേക്ക് മാറ്റുക അല്ലെങ്കിൽ CT റൂമിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഒരു ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ആയിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ആ പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അത് റിപ്പോർട്ട് ചെയ്യുക. കാരണം വളരെ ബാഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്ന് ഇപ്പോൾ പേഷ്യന്റ് ഓക്സിജൻ സിലിണ്ടറിലാണ്, പക്ഷെ അവിടെ ഓക്സിജൻ തീരാനായി, അപ്പം നമുക്ക് വോൾ ഓക്സിജൻ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഓക്സിജൻ സെറ്റപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതൊരു ഇൻസിഡന്റ് റിപ്പോർട്ടായിട്ട് മാറും. അതുപോലെ തന്നെ റീസസ് ട്രോളിയും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ റീസസ് ട്രോളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എമർജൻസി ട്രോളിയാണ്, അവിടെ എല്ലാ എമർജൻസി ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ വല്ല ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള CPR-നുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ പാഡും കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഒരു ദിവസം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ് എക്സ്റേ എടുക്കുക, അതൊരു ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്റേ നമ്മൾ എങ്ങനെയാണ് എടുക്കുക, അതിപ്പം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. എക്സ്റേ സാധാരണ CT-യുടെ MRI-യുടെ അത്ര സമയം വരാത്തത് കൊണ്ട് തന്നെ ബേസിക്കലി എക്സ്റേക്ക് അങ്ങനെ ജനറൽ അനസ്തേഷ്യ ഒന്നും കൊടുത്തിട്ടോ അല്ലെങ്കിൽ സെഡേറ്റ് ചെയ്തിട്ട് പേഷ്യന്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു മെത്തേഡ് എക്സ്റേയിൽ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഫീഡ് ആൻഡ് ട്രാപ്പ്, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഫീഡ് ആൻഡ് ട്രാപ്പ് മെത്തേഡ് യൂസ് ചെയ്യും, കൊച്ചിനെ കംഫർട്ട് ആക്കിയിട്ട് എടുക്കാൻ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചിന്റെ കൂടെ ബേബിയുടെ കൂടെ ആരാണോ വന്നിട്ടുള്ളത് അവരുടെ അടുത്ത് റൂമിലേക്ക് നിൽക്കാൻ തയ്യാറാണോ അവരെ അടുത്ത് വരാൻ പറയും. റൂമിൽ അവരുടെ അടുത്ത് ഒരു സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മദർ ആണെന്നുണ്ടെങ്കിൽ നോർമലി ക്വസ്റ്റ്യൻസ് വരിക, ഒരു ബേബിയുടെ കൂടെ ഒരു മദർ വന്നു, അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്നാണ് ചോദിക്കുക. CT സ്കാനോ എക്സ്റേക്കോ ആണ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുക. അപ്പോൾ എക്സ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ മദറിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം ചോദിക്കും പ്രഗ്നൻ്റ് ആണോ, ഇനി ചാൻസ് ഓഫ് പ്രഗ്നൻസി ചോദിക്കും. അവർക്ക് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറയും. അല്ല അവർക്ക് ഷുവറാണ് പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ലെഡാപ്രോൺ കൊടുത്തിട്ട് നമ്മൾ അവരുടെ അടുത്ത് പേഷ്യൻറ്റിനെ ഹോൾഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് വാങ്ങിക്കും. എന്നിട്ട് നമ്മളിത് നമ്മുടെ ഇവിടുത്തെ ക്രിസിനകത്ത് ഇത് ഡോക്യുമെന്റ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രാക്ടീഷണർ എന്നുള്ള ഒരു കോളത്തിനകത്ത് RXR ഹോൾഡ് എന്നിടും. നമ്മൾ പേഷ്യൻറ്റിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സ് ഉണ്ട്, അതിനകത്ത് പേഷ്യന്റ് ഹെൽഡ് ബൈ മോം എന്നൊരു മോമിന്റെ പേരും നമ്മുടെ ആരെ നമ്പറും അവിടെ എൻ്റർ ചെയ്ത് വെക്കും. അതായത് മെയിൻലി ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യും. അതായത് ആ ഒരു നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് ആ ഒരു റേഡിയേഷൻ വേറെ ആയിരിക്കും കൊള്ളുന്നതെന്ന് വെച്ചാൽ അവരുടെ പേരും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവരുടെ നമ്മൾ എന്താ പറയുക അവരെടുക്കുന്ന കൺസെന്റ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഒരു എക്സ്റേയുടെ കൂട്ടത്തിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളപ്പോൾ ഒരാളെ ഹോൾഡ് ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന് മാത്രമല്ല എക്സ്റേ കിട്ടുന്നത്, ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ആൾക്കും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റേഷനും കൂടി മെയിൻ ആയിട്ട് ചെയ്യും. അതാണ് എക്സ്റേയിൽ മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? അതുപോലെ ഇപ്പൊ CT-യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സീനാണ്. നമ്മളിപ്പം പേഷ്യന്റ് വരികയാണ്, ചെറിയൊരു ബേബി ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ലൈക്ക് കുറച്ചൊരു 4-5 വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു CT ഹെഡിനൊക്കെ വരികയാണെങ്കിൽ ലിറ്ററലി 2-3 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ പേഷ്യന്റിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങാണ്ട് കിടക്കണം എന്നുള്ളത്. അത് ഇനിയിപ്പോൾ ആ പേഷ്യന്റ് ഒറ്റയ്ക്ക് സ്കാൻ റൂമിൽ വരാൻ പറ്റത്തില്ല, കൂടെ അമ്മ വേണമെന്നുള്ള അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വേണമെന്നുള്ളൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയും ഓക്കെ നിങ്ങൾ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചോദിക്കും. കാരണം അവിടെ റേഡിയേഷൻ തന്നെയാണ് വരുന്നത്, എക്സ്റേയും CT-യിലായാലും റേഡിയേഷൻ തന്നെയാണ് വരുന്നത്. പേഷ്യന്റിനോട് നമ്മൾ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ ചോദിച്ച് കൺസെന്റ് എടുത്തതിന് ശേഷം അവർക്ക് ഇതേപോലെ തന്നെ ലെഡാപ്രോണും കാര്യങ്ങളൊക്കെ കൊടുക്കും.
എന്നിട്ട് പേഷ്യൻറ്റിനോട് പറയും ലൈക്ക് പിന്നെ CT വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻ്റ് സ്കാൻ നടക്കുന്ന സമയത്ത് മാക്സിമം സ്കാനറിന്റെ സൈഡിലേക്ക് പോയി നിൽക്കാൻ പറയും. അതാകുമ്പോൾ ആ ഒരു ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അക്കമ്പനി ചെയ്യുന്ന പാരൻസിന് അത്രത്തോളം കുറഞ്ഞൊരു റേഡിയേഷൻ ഡോസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കാനറിന്റെ സൈഡിലേക്ക് പോയി നിൽക്കുക. അതായത് ഡയറക്റ്റ് എന്താ പറയുക സ്കാറ്റേർഡ് റേഡിയേഷൻ കിട്ടാത്ത രീതി അല്ലെങ്കിൽ ലീസ്റ്റ് റേഡിയേഷൻ കിട്ടുന്ന ഒരു സൈഡിലേക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യും. ഈ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം ഇതൊന്നെല്ലാം പേഷ്യന്റ് ഭയങ്കര എന്താ പറയുക റെസ്റ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റ് സാധാരണ അക്കമ്പനി ചെയ്താലും സ്കാൻ എടുക്കാൻ സമ്മതിക്കില്ല എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു റെഫറിങ് ഡോക്ടറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ പേഷ്യന്റ് ഇങ്ങനെയാണ് സ്കാനിന് സമ്മതിക്കുന്നില്ല, അപ്പോൾ മോസ്റ്റ്ലി സെഡേഷൻ വേണ്ടി. ഇന്ന് ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമായിട്ടുള്ള ചോദ്യമാണ് വാട്ട് വിൽ യു ബി ഡൂയിങ് ഇഫ് ദ സ്കാനർ ബ്രേക്സ് ഡൗൺ ഇൻ ബിറ്റ്വീൻ ദ സ്കാൻ ഓർ ദ പ്രൊസീജിയർ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ സ്കാൻ എടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്റേ മെഷീൻ അല്ലെങ്കിൽ സ്കാനർ ബ്രേക്ക് ഡൗൺ ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു ടെക്നിക്കൽ എറർ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അതെ, അതുപോലെ തന്നെ ഈ തിയേറ്ററിൽ നിങ്ങൾ സിയാം യൂസ് ചെയ്യുമ്പോൾ നിന്നുപോയാൽ എന്ത് ചെയ്യും, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മെഷീൻസ് എപ്പോ വേണമെങ്കിലും എറേഴ്സ് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഒരു എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റ് സപ്പോസ് ഒരു ആർട്ടിഫാക്റ്റ് വന്നു, അത് ഈ അനാട്ടമീനെ ഇമേജ് ഇന്റർപ്രിട്ടേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫാക്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പേഷ്യനെ നമ്മൾ എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യും മെഷീന് ഇത് ഓക്കെ എന്താണോ, നമ്മളൊരു ടെസ്റ്റ് അടിച്ച് നോക്കും, ഒരു ടെസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു എക്സ്പോസ് ചെയ്ത് നോക്കും. അപ്പോൾ ഡിറ്റക്ടർ വീണ്ടും അത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റൂം എന്തായാലും അവൈലബിൾ ഉണ്ടോ നോക്കും. ആ വേറെ റൂമിലേക്ക് നമ്മൾ എന്നിട്ട് പേഷ്യനെ ട്രാൻസ്ഫർ ചെയ്ത് പേഷ്യൻ്റെ അടുത്ത് പറയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പേഷ്യനെ സംബന്ധിച്ച് പേഷ്യൻ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത റൂമിൽ കൊണ്ടുപോയി പേഷ്യന് എക്സ്റേ എടുക്കും. അതുപോലെ തന്നെ ഈ എക്സ്പോസ് ഓൾറെഡി പേഷ്യന് കിട്ടിയതുകൊണ്ട് ഇത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. ഈ ഒരു ഇൻസിഡന്റ് IR1 ആയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഇത് ടെക്നിക്കൽ എറർ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയേഷൻ ഇൻസിഡന്റ് ആയതുകൊണ്ടും നമ്മളത് IR1 റിപ്പോർട്ട് ചെയ്യും. അത് റേഡിയേഷൻ ഡോസ് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റേഡിയേഷൻ ഡോസ് റീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കുഴപ്പമുള്ളതല്ല. കാരണം നമുക്കത് എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യണം മാനേജേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്നിട്ട് സർവീസ് എഞ്ചിനീയേഴ്സിനെ വിളിച്ചിട്ട് ആ പ്രോബ്ലം റിസോൾവ് ചെയ്യണം. അതുവരെ പിന്നെ അവിടെ എക്സ്റേ എടുക്കരുത്, ആ റൂം ഡൗൺ ആണെന്ന് നമ്മൾ അവിടെ ഒരു നോട്ടീസ് ബോർഡ് ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോർഡിനകത്ത് എഴുതി വെക്കണം ഈ റൂം ഡൗൺ ആണ്. വേറെ റേഡിയോഗ്രാഫേഴ്സ് ആരും അബദ്ധത്തിൽ അവിടെ പോയി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് ബോർഡിൽ ഇടേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്റേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മെഷീന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എറർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തിയേറ്ററിൽ ഇപ്പം സിയാമും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ആവുമെങ്കിൽ സിയാം ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ സർജൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അവർക്കത് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എപ്പോഴും നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്തായാലും നോക്കണം. പുറത്ത് വേറൊരു സിയാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സിയാം പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നോക്കുക. എന്തായാലും ഒരുവിധം സ്ഥലത്തൊക്കെ വേറെ ഒരു സ്റ്റാൻഡ് ബൈ സിയാംസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അനസ്തെറ്റിസ്റ്റിന്റെ അടുത്തും അതുപോലെ സർജന്റെ അടുത്തും പറയാം ഇത് നമുക്ക് ഒരു തവണ അത് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് റിസോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ മെഷീൻ എടുക്കുക. സർജറി ഈ സിയാം കാരണം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവർക്ക് സിയാമിന്റെ യൂസ് ഇല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ സർജൻ അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് തിയേറ്ററിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതെന്തായാലും നമ്മൾ ആ മെഷീന് ഇങ്ങനെ കംപ്ലൈന്റ് ആണെന്നുള്ളത് അറിയിക്കണം. ആ മെഷീൻ പിന്നെ തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതുപോലെ തന്നെ നേരത്തെ വെച്ചൊരു നോട്ടീസ് നമ്മൾ നമ്മുടെ ലൈൻ മാനേജറിനെ അറിയിച്ച് അതിനുള്ള റിപ്പയറിങ്ങിനുള്ള ആളുകളെ അറിയിക്കണം, എഞ്ചിനീയേഴ്സിനെ ഇൻഫോം ചെയ്ത്. അപ്പോൾ മെയിൻലി ഇതാണെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനേജേഴ്സിൻ്റെ അടുത്തേക്ക് എസ്കലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളെ സർവീസ് ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെഷീനും ഓരോ സർവീസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സർവീസ് ടീമിനെ നമ്മൾ ഇൻഫോം ചെയ്യണം ഇതിന് ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളത്. അത് യൂഷ്വലി ആരാണ് ആ ഡ്യൂട്ടിയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇപ്പം സപ്പോസ് ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഇജാസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചത്, അപ്പം നമ്മളായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. കാരണം നമ്മൾക്കാണ് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്താ സംഭവിച്ചത്, എന്ത് എററാണ് കാണിക്കുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ ആ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു ഫോൾട്ട് എന്താണെന്നുള്ളത് അവരോട് ഇൻഫോം ചെയ്യുക. എന്നിട്ട് അവർ ആ ഒരു ജോബ് ലൈക്ക് അവരെന്താ പറയുക
എടുക്കുന്നതായിരിക്കും. അതിനുശേഷം അവർ ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഈ ഒരു ടോക്കൺ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജേഴ്സിനോട് എന്താ പറയുക എസ്കലേറ്റ് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ CT-യിലാണെങ്കിൽ ഇതേ ഒരു പ്രൊസീജിയേഴ്സ് ആണ് ആക്ച്വലി. ഇപ്പം പേഷ്യൻറ്റ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നിടക്ക് പെട്ടെന്ന് സ്കാനിങ് നിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനോട് സംഭവം മെൻഷൻ ചെയ്യുക, ഇങ്ങനെ ഒരു ടെക്നിക്കൽ എറർ നമുക്കുണ്ട്, അതുകൊണ്ട് സ്കാനിങ് നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യണം, നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി സ്കാനിങ് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു കാര്യം പറയാം. അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും സ്കാൻ ഒന്നുകൂടെ സിസ്റ്റം ചിലപ്പോൾ റീസ്റ്റാർട്ട് ആക്കിയൊക്കെ ചിലപ്പോൾ റെഡി ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ആക്കിയിട്ട് സിസ്റ്റം റെഡി ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഇതാണെങ്കിൽ വേറെ CT റൂം അവൈലബിൾ ആണോ എന്ന് നോക്കുക. ആ പേഷ്യൻറ്റിനോട് അപ്പോളജൈസ് ചെയ്ത് വീണ്ടും ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ ഒരു പ്രൊസീജിയർ അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ഇതേ ഒരു റേഡിയേഷൻ ആയതുകൊണ്ട് തന്നെ സെയിം ഇൻസിഡൻറ്റ് അവിടെയും വരും. നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് വരും. പക്ഷേ നമ്മളെ പ്രോബ്ലം കൊണ്ടല്ലാത്തതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല അവിടെ. കാരണം അതൊരു ടെക്നിക്കൽ എററാണ്, അത് ഏത് സമയത്തും വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അവരുദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മാനേജ്മെന്റ് ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രോബ്ലം കൊണ്ടല്ല ഒരു മെഷീന് കംപ്ലൈന്റ് ആവുന്നു. അപ്പൊ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ ലിമിറ്റേഷനിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതിന്റെ ബെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ ഇതിനൊരു ആൻസർ പറയാം. അപ്പൊ അത് ഈ ഒരു കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാക്കുക. അതായത് നമ്മൾ പേഷ്യന്റിനോട് അപ്രോച്ച് ചെയ്യും, പേഷ്യന്റിനോട് നടന്ന കാര്യം എന്താന്നുള്ളത് പറയും. അപ്പൊ ഇതിന് മുന്നത്തെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്യൂട്ടി ഓഫ് കാൻഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പെടുന്നതാണ് ഈ പേഷ്യന്റിനോട് കാര്യം തുറന്ന് പറയാന്നുള്ളത്. കാരണം സ്കാനിങ്ങിന്റെ ഇടയിൽ മെഷീൻ ഡൗൺ ആയിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഈ സ്കാൻ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം പറയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സ്കാനറിൽ നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും എസ്കലേറ്റ് ചെയ്യുക. സർവീസ് എഞ്ചിനീയറോട് നമ്മൾ ഇൻഫോം ചെയ്യുന്ന CT വർക്ക് ചെയ്യുന്നില്ല, ഇന്ന് എററാണ് കാണിക്കുന്നത് എന്നുള്ളത്. ആ കാണിച്ചതിന് ശേഷം ഇത് കണക്ക് തന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക, ഈ സീറ്റിൽ ഇന്ന എറർ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് യൂസ് അല്ല. ഔട്ട് ഓഫ് സർവീസ് എന്നുള്ളൊരു ബോർഡ് നമ്മൾ മോസ്റ്റ്ലി ലൈക്ക് എന്താ പറയുക ആ ഒരു CT റൂമിന്റെ പുറത്ത് വെക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ നമ്മളിവിടെ ചെയ്യാറ് അല്ലേ. അപ്പൊ നിങ്ങളോട് ഇത് കണക്ക് തന്നെ ഇങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കുന്ന ഇടയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം അതിൽ ഉൾക്കൊള്ളിക്കാനാക്കുക. മെയിൻ ആയിട്ടുള്ളത് മാനേജേഴ്സിൻ്റെ അടുത്ത് എസ്കലേറ്റ് ചെയ്യുന്നത്, പേഷ്യൻ്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്ത് പേഷ്യനോട് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയേണ്ടത്. അപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മളെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നടന്ന ഒരു ഇൻസിഡന്റുകളിൽ നിന്നൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താണ് ആക്ച്വലി മെഷീനിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയൊരു പോയിന്റ്സ് ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനാക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൽ നിങ്ങളുടേതായ രീതിയിലൊരു ആൻസർ എഴുതാനാക്കുക അല്ലേ. അപ്പം വേറെ ഒന്നും ഇതിൽ പറയാനില്ല എന്ന് തോന്നുന്നു. അപ്പം പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിട്ട് കാണുന്നവരെ, അപ്പം പുതിയ ക്വസ്റ്റ്യൻസും ആൻസറും ആയിട്ട് പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയും കൊളീഗ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ പീസ് ഔട്ട്.